ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ യാഥാർത്ഥ്യത്തെ ശരിക്കും രൂപപ്പെടുത്തുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിന് ഈ പ്രപഞ്ചവുമായി നമ്മളറിയാത്ത എന്തെങ്കിലും ഒരു രഹസ്യ ബന്ധമുണ്ടോ? വാ, നമുക്കതൊന്ന് പരിശോധിക്കാം. നമുക്കൊരു അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്ന് തുടങ്ങാം. നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മളെല്ലാം വേറെ വേറെ വ്യക്തികളാണെന്നല്ലേ. ഞാൻ, നിങ്ങൾ, ഈ ലോകം എല്ലാം വെവ്വേറെയാണെന്ന്. പക്ഷേ അതൊരു മിഥ്യയാണെങ്കിലോ? ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയും നമ്മൾ ചിന്തിക്കുന്നതിനുമപ്പുറം ഒരൊറ്റ നൂലിൽ കോർത്ത മുത്തുകൾ പോലെ ബന്ധിതമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: നിങ്ങളുടെ തലച്ചോറിലെ ഓരോ ചിന്തയും വെറുമൊരു രാസപ്രവർത്തനം മാത്രമാണോ, അതോ അതിനപ്പുറം നിങ്ങളുടെ ഭാവിയെ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു ശക്തി അതിനുണ്ടോ? ഇതാണ് നമ്മളിന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്ന വിഷയം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ അദൃശ്യമായ ബന്ധത്തിന് പിന്നിലുള്ള ശാസ്ത്രീയ സത്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇത് വെറും ഫിലോസഫിയല്ല, പക്കാ സയൻസാണ്. ഇതിനെയാണ് ക്വാന്റം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. രണ്ട് കണികകൾ, അവ ഒന്നിച്ചുണ്ടായാൽ പിന്നെ അവയെ എത്ര ദൂരേക്ക് മാറ്റിയാലും അവ തമ്മിലൊരു മായാത്ത ബന്ധമുണ്ടാകും. സ്ക്രീനിൽ കാണുന്നതുപോലെ ഒരു പകിട ഇവിടെയും മറ്റൊന്ന് ലോകത്തിന്റെ അങ്ങേയറ്റത്തും. ഒരെണ്ണം കറക്കുമ്പോൾ 6 വീണാൽ മറ്റേതും അതേ നിമിഷം 6 കാണിക്കും. ഇൻസ്റ്റന്റായി. ഈ ആശയം ശാസ്ത്രലോകത്തെ ഒരുപാട് കാലം കുഴപ്പത്തിലാക്കിയിരുന്നു. സാക്ഷാൽ ഐൻസ്റ്റൈന് പോലും ഇത് ദഹിച്ചില്ല. അദ്ദേഹം ഇതിനെ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ്, അതായത് വിചിത്രമായ ഒരു ദൂരപ്രവർത്തനം എന്നൊക്കെയാണ് വിളിച്ചത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 1982-ൽ അലൈൻ ആസ്പെക്ട് എന്ന ശാസ്ത്രജ്ഞൻ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു ഈ അദൃശ്യബന്ധം ഒരു യാഥാർത്ഥ്യമാണെന്ന്. അതോടെ നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള ധാരണകൾ തന്നെ മാറിമറിഞ്ഞു. ഓക്കെ, അപ്പോ ഈ ചെറിയ കണികകൾ തമ്മിലുള്ള ബന്ധമൊക്കെ കൊള്ളാം. പക്ഷെ ഇതുകൊണ്ട് നമുക്കെന്താ കാര്യം? നമ്മുടെ ജീവിതത്തിൽ ഇതിനെന്ത് പ്രസക്തിയാണുള്ളത്? ഇനിയാണ് കഥയുടെ യഥാർത്ഥ ഭാഗത്തേക്ക് നമ്മൾ വരുന്നത്. ഡബിൾ സ്ലിറ്റ് പരീക്ഷണം ശാസ്ത്രചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായൊരു പരീക്ഷണമാണിത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നതനുസരിച്ച് ഒരു കണികയുടെ സ്വഭാവം മാറും. ഒന്നാലോചിച്ചു നോക്കിക്കേ. നമ്മൾ വെറും കാഴ്ചക്കാരല്ല. നമ്മുടെ ബോധം, നമ്മുടെ ശ്രദ്ധ ഭൗതികമായ യാഥാർത്ഥ്യത്തെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം? അപ്പോൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും തലച്ചോറിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അവ ഓരോന്നും ഒരു റേഡിയോ സ്റ്റേഷൻ പോലെ പുറത്തേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ഊർജ്ജമാണ്. ഹാർട്ട്മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ഹൃദയമുണ്ടാക്കുന്ന വൈദ്യുതകാന്തിക മണ്ഡലം നമ്മുടെ ശരീരത്തിനു പുറത്ത് മീറ്ററുകളോളം വ്യാപിക്കുമെന്നാണ്. ഈ ഊർജ്ജമാണ് നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി സംവദിക്കുന്നത്. അപ്പോ ഈ സിഗ്നലുകളൊക്കെ അയക്കുന്ന ആ ശക്തമായ ആന്റിന എവിടെയാണ്? അത് നമ്മുടെ ബോധമനസ്സിലല്ല, അത് ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉപബോധമനസ്സിലാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതമെന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ഒരു ദിവസത്തെ 95% തീരുമാനങ്ങളും പ്രവൃത്തികളും ചിന്തകളും നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. അതായത് നമ്മൾ പോലും അറിയാതെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. ഈ ഓട്ടോ പൈലറ്റ് പ്രോഗ്രാം എപ്പോഴാണ് ഇൻസ്റ്റാൾ ചെയ്തത് എന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ 7 വർഷങ്ങളിൽ. ആ പ്രായത്തിൽ നമ്മുടെ തലച്ചോർ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലായിരിക്കും. നല്ലതും ചീത്തയും തിരിച്ചറിയാതെ കേൾക്കുന്നതെന്തും ഒരു സ്പോഞ്ച് പോലെ ഒപ്പിയെടുക്കുന്നൊരു സമയം. അപ്പോ ചെറുപ്പത്തിൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കാര്യങ്ങളില്ലേ? പണമുണ്ടാക്കാൻ ഭയങ്കര പാടാണ്, നല്ല ബന്ധങ്ങളൊന്നും നിലനിൽക്കില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന പ്രോഗ്രാമുകൾ. പിന്നീട് എത്ര ശ്രമിച്ചാലും ഈ പ്രോഗ്രാമുകൾ നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെയാണ് നല്ല വാർത്ത. ഒരു കമ്പ്യൂട്ടറിലെ പഴയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതുപോലെ നമ്മുടെ ഉള്ളിലെ ഈ പ്രോഗ്രാമിങ്ങിനെയും മാറ്റാൻ പറ്റും. അതിന്റെ നിയന്ത്രണം നമുക്കേറ്റെടുക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ കുടുങ്ങിപ്പോയതുപോലെ തോന്നുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ബോധമനസ്സ് പറയും, എനിക്ക് വിജയിക്കണം, എനിക്ക് സമ്പന്നനാകണം. പക്ഷെ ഉള്ളിലിരുന്ന് ഉപബോധമനസ്സ് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നൽ എന്തായിരിക്കും? നീ അതിന് അർഹനല്ല, അതൊന്നും നടക്കില്ല എന്ന്. ഈയൊരു വടംവലി കാരണമാണ് നമ്മൾ മുന്നോട്ട് പോവാത്തത്. അപ്പോൾ ഇതെങ്ങനെ മാറ്റാം? വെറുതെ ചിന്തിച്ചാൽ മാത്രം മതിയോ? പോരാ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വികാരമാണ് താക്കോല്. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തയോടല്ല, നിങ്ങളുടെ വികാരങ്ങളോടാണ് പ്രതികരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സന്തോഷം, എന്ത് നന്ദി, എന്ത് ആശ്വാസം തോന്നുമോ ആ വികാരം അത് കിട്ടുന്നതിന് മുമ്പേ തന്നെ അനുഭവിക്കുക. ഇത് ചെയ്യാനായിട്ട് 3 ലളിതമായ വഴികളുണ്ട്. ഒന്നാമത്തേത്, നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ തിരിച്ചറിയുക. രണ്ടാമത്തേത്, എല്ലാ ദിവസവും കുറച്ചു സമയം മാറ്റിവെച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടിക്കഴിഞ്ഞാലുള്ള ആ സന്തോഷവും നന്ദിയും ആഴത്തിൽ അനുഭവിക്കുക. മൂന്നാമത്തേത്, ആ പുതിയ വ്യക്തിയെപ്പോലെ പെരുമാറാൻ തുടങ്ങുക.
ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങളെടുക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇങ്ങനെ മാറാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതായി തോന്നാം. പെട്ടെന്ന് പുതിയ പ്രശ്നങ്ങൾ വരും. എന്തുകൊണ്ടാണിത്? അതൊരു പരീക്ഷണമാണ്. നിങ്ങളൊരു പുതിയ വൈബ്രേഷനിലേക്ക്, ഒരു പുതിയ ഫ്രീക്വൻസിയിലേക്ക് മാറുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കും, നീ ഇതിൽ ശരിക്കും ഉറച്ചു നിൽക്കുകയാണോ അതോ പഴയതിലേക്ക് തിരിച്ചു പോകുമോ എന്ന്. ഇതൊരു പരീക്ഷയാണ്. നോക്കൂ, നിങ്ങൾ പണത്തെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ ബിൽ വരുന്നു. പഴയ ആളാണെങ്കിൽ എന്തു ചെയ്യും? പേടിക്കും. കണ്ടോ, എന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കും. പക്ഷേ പുതിയ നിങ്ങളോ, ഓക്കേ, ഇതൊരു ടെസ്റ്റാണ്, ഞാൻ സമൃദ്ധിയാണ്, എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടും. ആ പരീക്ഷയിൽ ജയിച്ചാൽ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകും. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരാ. ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഒഴുക്കിന് വിട്ടുകൊടുക്കുകയും വേണം. ഇതിനെയാണ് വിട്ടുകൊടുക്കുന്ന കല എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവുമായി പൊരുത്തപ്പെടുത്തുക. പക്ഷെ അത് എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും എന്ന് ചിന്തിച്ച് തല പുണ്ണാക്കരുത്. അതിന്റെ വഴി പ്രപഞ്ചത്തിനറിയാം എന്ന് വിശ്വസിക്കുക. വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്ക് മുൻകൂറായി നന്ദി പറയുക. ഈ കാണുന്നതുപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരുന്നാൽ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ ഇല്ലായ്മകൾ തരും. എന്നാൽ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് സമൃദ്ധിയിൽ വിശ്വസിച്ചാൽ അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാല്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനുള്ള ശക്തി പുറത്തുള്ള ഒരാളുടെയോ ഒരു സാഹചര്യത്തിന്റെയോ കയ്യിലല്ല, അതെപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളതിനെ ഉണർത്തണമെന്ന് മാത്രം. ഇപ്പോൾ ഈ രഹസ്യം നിങ്ങൾക്കറിയാം. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഉള്ളിലെ ആ സൃഷ്ടാവിനെ, ആ ശക്തിയെ ഉണർത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ യാഥാർത്ഥ്യം മാറ്റിയെഴുതാൻ നിങ്ങൾ തയ്യാറാണോ? ചിന്തിക്കുക. അടുത്ത തവണ കാണാം.